നമുക്കിന്ന് കടലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് ഇത് ഒന്ന് രണ്ട് തരത്തിൽ ഈ കടലക്കറി ഉണ്ടാക്കാം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് തേങ്ങ വറുത്തരച്ച കടലക്കറിയാണ്. ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 1 കപ്പ് കടല ഒരു 5-6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്രഷർ കുക്കറിൽ ഇത് നികക്കെ വെള്ളം ഒഴിച്ച് ഒരു 6-7 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കടല വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വറുത്തരച്ച് ചേർക്കുന്നതിന് വേണ്ടി ഒരു മുറി തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആഡ് ചെയ്യുന്നതിന് വേണ്ടി 1 ടീസ്പൂൺ പെരുംജീരകവും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 2 അല്ലി ചുവന്നുള്ളിയും ഒരു വെളുത്തുള്ളിയുടെ അല്ലിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയും ആവശ്യമുണ്ട്. ഇനി നമുക്കിതെല്ലാം വെച്ച് എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നന്നായി ഒന്ന് വറുത്തെടുക്കണം. തീ എപ്പോഴും മീഡിയമോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലേ വെക്കാവുള്ളൂ. ഇത് അല്ലെങ്കിൽ നമ്മുടെ തേങ്ങ ചിലപ്പോൾ പെട്ടെന്നങ്ങ് കരിഞ്ഞു പോകും. നമ്മുടെ തേങ്ങ കുറച്ചൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പെരുംജീരകം ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിക്ക് പകരം പച്ച മല്ലി ഉപയോഗിക്കുന്നവർക്ക് ഈ സമയം അതുകൂടി വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിന്നിവിടെ മല്ലിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. നന്നായി ഇതൊന്ന് വറുത്തെടുക്കണം. നമ്മുടെ തേങ്ങ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മുളക് പൊടി ഏറ്റവും ലാസ്റ്റേ ചേർക്കാവുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മുളക് പൊടി പെട്ടെന്നങ്ങ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഈ മല്ലിപ്പൊടിയുടെ ഈ പച്ച മണം ഒന്ന് മാറി വരുന്നത് വരെ നമുക്ക് നന്നായി ഒന്ന് ഇത് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ മല്ലിപ്പൊടിയുടെ ആ ഒരു പച്ച മണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ തീ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മുടെ മുളക് പൊടി കൂടി അതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10-20 സെക്കൻഡിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മുടെ മുളക് പൊടി പെട്ടെന്നങ്ങ് കരിഞ്ഞു പോവും. ഇപ്പോൾ നമ്മുടെ അരപ്പിന് വേണ്ടുന്ന തേങ്ങ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് പോയതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. നമുക്ക് മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള ആവശ്യത്തിന് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ തക്കാളി നന്നായി ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഞാൻ നമ്മുടെ തേങ്ങ വറുത്തത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ തക്കാളി വഴന്നു വരുമ്പോൾ നമുക്കിത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തക്കാളി ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കടല ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചാറ് കുറച്ചുകൂടി വേണമെന്നുള്ളവർക്ക് അല്പം വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഒരു 5-6 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ കടലക്കറി ഒരു 5-6 മിനിറ്റോളമായി ആവശ്യത്തിന് തിളച്ച് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്.
ഇത് നമുക്ക് ഇതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ആവശ്യമെന്ന് തോന്നുന്നവർക്ക് ഇതിലേക്ക് കുറച്ച് കടുക് കൂടി താളിച്ച് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇത് തീയിൽ നിന്ന് മാറ്റാം. നമ്മുടെ വറുത്തരച്ച കടലക്കറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പുട്ടിൻ്റെയും അപ്പത്തിൻ്റെയൊക്കെ കൂടെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് ട്രൈ ചെയ്ത് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്